കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നിലപാടുകൾക്കെതിരെയുള്ള ജനവിധിയാണ് തന്റെ വിജയമെന്ന് അമ്പലപ്പുഴയിൽ നിന്നും വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ. 25,963 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുധാകരന്റെ വിജയം. തന്റെ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെയും പാർട്ടി അണികളുടെയും വിധിയെഴുത്താണ്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതിന്റെ പേരിൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് പാർട്ടി വിരുദ്ധനാക്കി തീർക്കാനാണ് CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ശ്രമിച്ചതെന്നും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു ശേഷമുള്ള പ്രതികരണത്തിൽ ജി സുധാകരൻ പറഞ്ഞു. ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുകയും ചെറിയൊരു ഭാഗം ആളുകളെ മാത്രം ചുറ്റും നിർത്തി പ്രോത്സാഹിപ്പിക്കുകയും കുറേ പേരുടെ വകയാണ് ഭരണവും കുറേ പേരുടെ വകയാണ് CPM എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടിയാണ്. ജനാധിപത്യത്തിൽ വിശാല ബോധമാണ് ജനപിന്തുണ അടിസ്ഥാനം. ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന പഴയ ആപ്തവാക്യം സ്വാർത്ഥമതികളെ ഉദ്ദേശിച്ച് പൗരാണികന്മാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരോടും എൻ്റെ മകനോടും എൻ്റെ ഭാര്യയോടും മാത്രം സംസാരിച്ച ശേഷം, അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ ശേഷം ജനകീയ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത്. ഒരു പാർട്ടിയായിട്ട് ഞാൻ ആലോചിച്ചത് ഞാൻ ക്യാമ്പയിൻ നടത്തിയത്. പിന്നെ ആളുടെ പ്രായം പറയുക, അത് ആരാ പ്രായം പറയുന്നത്? 82 വയസ്സ് പ്രായമായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അനുയായികളാണ് എൻ്റെ പ്രായം പറയുന്നത്. ഇതൊക്കെ വെറും കമ്മ്യൂണിസ്റ്റുകാർക്ക് യോജിച്ചതാണോ? കേട്ടിരുന്നോടെ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മണം ഇതിലില്ല. അതിൻ്റെ പ്രതിഫലനമാണിത്. എല്ലായിടത്തും സംഭവിച്ചിരിക്കുകയല്ലേ, ഇവിടെ മാത്രമാണോ? ഇവിടെ 9-8 സീറ്റും 16-21 കിട്ടിയല്ലേ? അതിപ്പോൾ 3-ആയിട്ടോ 4-ആയിട്ടോ പറഞ്ഞില്ലേ? എത്ര അവസാനം എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ പരിശോധിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ, ബംഗാളിനെ പോലെ ഇല്ലാതായിരിക്കണമെങ്കിൽ നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിൻ്റെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള മാർക്സിസ്റ്റ് വിരുദ്ധമായ സമീപനം മാറ്റണം. ഏകാധിപത്യ വാഴ്ചയ്ക്ക് കീഴിൽ ചില രാജ്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട്. ഏകാധിപത്യം കുറവായിരിക്കത്തേ ഉള്ളൂ. ഇവിടെ ഏകാധിപത്യ വാഴ്ചയൊന്നുമല്ല. ഇവിടെ ഏകാധിപത്യ വാഴ്ച. ഇത് ജനാധിപത്യമല്ലേ? അതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവും പരിപാടിയും ഭരണത്തിൽ വെച്ചിട്ട് വേറെ എന്തോ പ്രവർത്തിക്കുകയാണ്. ഇത് കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഒന്നുമല്ല. ഒരു ശിഖണ്ഡിയായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ശിഖണ്ഡിയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ആണോ അല്ല, കോൺഗ്രസ് ആണോ അല്ല, BJP ആണോ അല്ല. ഇല്ലല്ലേ ഇപ്പോഴത്തെ സ്ഥിതി? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തിത്വം ഉണ്ടോ? ഇല്ല. അത് ഇനിയും കുഴപ്പത്തിലേക്ക് അതിരുന്നത്. ഇനിയെങ്കിലും തിരുത്തണം. അധികാരത്തിന്റെ കരുത്തിൽ എന്തും ചെയ്യാമെന്നുള്ള ചില പാർട്ടി നേതാക്കളുടെ നിലപാടിനെതിരെയുള്ള ജനവികാരം കൂടിയാണ് തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു.